കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് താങ്കൾക്ക് ഈ കൊലപാതകം അങ്ങ് സമ്മതിച്ചു കൂടണോ? മിസ്റ്റർ, ഞാനിങ്ങനെ സമ്മതിക്കാനാ? നോട്ട് ദ പോയിന്റ്. ഞാനിങ്ങനെ ഇപ്പോൾ ഇതുപോലെ തന്നെ അരൂപിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷൻ എന്താന്ന് നോക്കുമ്പോഴാ ഒരു AK-47 ഗണ്ണ്. നമ്മളെ വിഷൻ്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലാക്കി. എന്തായിരുന്നു അർത്ഥം? ആളുകളത് ഒരു ഗണ്ണായിട്ട് പോയിട്ട് വെടിവെച്ച് കൊല്ലുക. അത് മാത്രമല്ല നമ്മൾ ചെയ്തോളൂ മിസ്റ്റർ. ദൈവത്തിൻ്റെ പ്ലാനാ, മനസ്സിലായോ? ദൈവത്തിൻ്റെ പദ്ധതിയാ. നോട്ട് ദ പോയിന്റ്. കൊച്ചു പയ്യനാ, നമ്മൾ കളിയാക്കാൻ നോക്കുക. എന്തൊക്കെയായാലും CRPC 12345 പ്രകാരം നിങ്ങൾക്ക് 10-15 കൊല്ലം ജയിൽ കിടക്കേണ്ടി വരും. ഐ മീൻ യു ഹാവ് ടു ഗോ ഇൻ ജയിൽ. മക്കളെ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ തന്നെ സിദ്ധാന്തവും ആദർശമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഈ കാലത്ത് നടക്കുമോ? ഈ KY-ക്കാരെല്ലാം എൻ്റെ ശിഷ്യന്മാര്, KY എക്സിക്യൂട്ടീവുകാരെല്ലാം എൻ്റെ ആളുകള്, നിങ്ങളെല്ലാം എന്നെ കണ്ടു പഠിക്കൂ. വളരെ വിഷയമായിട്ട് ഒരു കാര്യം പറയാൻ, ഞാൻ കേരളത്തിൽ വന്നപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ. 5 പൈസയില്ല, ആൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസയില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 10 പൈസ ഇല്ലാത്ത അവസ്ഥ. അതുപോലെ പാവപ്പെട്ട് ഈ ഗ്രൗണ്ട് തെറ KY 5 പൈസ ഇല്ലാത്ത ആളുകൾ. പാവപ്പെട്ട് ആളുകൾ അവരെല്ലാവരും എൻ്റെ ആളുകൾ. ഞാനിങ്ങനെ ഒരു കുറച്ച് ചോറ് കഴിച്ച് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്ന പാവപ്പെട്ട ആളുകൾ. അപ്പോൾ അതുകൊണ്ട് KY തറ ആളുകൾ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. റൈറ്റ്. കൈ കാണിച്ചത് ഞാൻ തന്നെ. കാശില്ലാത്തവരെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അല്ല പക്ഷേ പണ്ട് നമ്മൾ തറ KY ആയിരുന്നു. കാശായി ഗൾഫ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അസ്സലാം വലൈക്കും. അലൈക്കും അസ്സലാം. എന്ന് മനസ്സിലായില്ലേ? ഞാൻ തന്നെ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു ഗുണപാഠം. പണത്തിനു മീതെ ഒരു KYയും പറക്കില്ല. ഓക്കെ, ബൈ ബൈ.